നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത. വിദ്വേഷ പരാമർശത്തിൽ കേസെടുത്തു അദ്ദേഹത്തിന് എതിരെ. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അന്തിമ അനുമതി എന്തായിരിക്കും, അതിനുശേഷമായിരിക്കും നടപടികളിലേക്ക് കടക്കുക എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പി സി ജോർജിനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയ ശേഷം അറസ്റ്റ് ചെയ്യുക എന്നതായിരിക്കും ആ ഒരു നീക്കമായിരിക്കും നടക്കുക. അറസ്റ്റ് ഒഴിവാക്കാൻ അദ്ദേഹം ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന അദ്ദേഹത്തിന്റെ പരാമർശം. ഇന്നലെയാണ് ഈരാറ്റുപേട്ട പോലീസ് പി സി ജോർജിനെതിരെ ഈ പരാമർശത്തിന്മേൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത്. മതസ്പർദ്ധ വളർത്തൽ, കലാവാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പി സി ജോർജിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശമാണ് ഇത്തരത്തിൽ ഈ ഒരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ കേസെടുത്തു. ജനുവരി 6-ാം തീയതി ഒരു സ്വകാര്യ ചാനലിൽ നടന്ന ചർച്ചയിലായിരുന്നു പി സി ജോർജിന്റെ വിദ്വേഷ പരാമർശം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ മതവർഗീയവാദികളാണെന്നും ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനിയും കൊന്നു എന്നുമായിരുന്നു പി സി ജോർജിന്റെ വിവാദ പരാമർശം. മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും പി സി ജോർജ് ചർച്ചയിൽ പറഞ്ഞു. പി കെ കുഞ്ഞാലിക്കുട്ടി, കെ ടി ജലീൽ, SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെല്ലാം ചേർന്ന് പാലക്കാട്ട് BJPയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പി സി ജോർജ് ആരോപിച്ചു. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും ജോർജ് ഈ ഒരു ചർച്ചയിൽ കുറ്റപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇതെല്ലാം അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി വീഡിയോ സഹിതമാണ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി, വെൽഫെയർ പാർട്ടി, SDPI, PDP തുടങ്ങിയ സംഘടനകൾ പോലീസിൽ പരാതി നൽകിയത്. 7ഓളം പരാതികളാണ് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പി സി ജോർജിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവയിൽ ഒന്നിൽ പോലും പോലീസ് ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന ഒരു ആരോപണവും ശക്തമാണ്. പക്ഷേ ഇന്നലെയോടെ ഈരാറ്റുപേട്ട പോലീസ് പരാതിക്കാരൻ മൊഴിയെടുത്തു. പരാതിക്കാരനായ യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് യഹിയ സലീമിന്റെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. നേരത്തെയും അദ്ദേഹം ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയതും കേസെടുത്തതും ഒക്കെ കേരളം കണ്ട കാഴ്ചയാണ്. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലെ മതവിദ്വേഷ പ്രസംഗവും പാലാരിവട്ടത്ത് വെണ്ണല ശിവക്ഷേത്ര അധികൃതർ സംഘടിപ്പിച്ച പരിപാടിയിലെ പ്രസംഗവും വളരെ വിവാദമായതാണ്. ഇതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ കേസ് എന്ന ഒരു നടപടിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഏപ്രിൽ 29-ാം തീയതി ഹിന്ദു മഹാപരിഷത്ത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ വെച്ചാണ് പി സി ജോർജ് മതവിദ്വേഷ പ്രസംഗം നടത്തിയത്. മെയ് 1-ന് 4th അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം പുലർച്ചെ ഈരാറ്റുപേട്ടയിൽ പി സിയുടെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്ത് AR ക്യാമ്പിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തിയായിരുന്നു അറസ്റ്റ്. വർഗീയ വിദ്വേഷമുണ്ടാക്കാൻ ശ്രമിച്ചതിന് 153A, സമൂഹത്തിൽ ഭീതി വിതയ്ക്കും വിധം സംസാരിച്ചതിന് 295A എന്നീ വകുപ്പുകൾ ചുമത്തിയായിരുന്നു അറസ്റ്റ്. പ്രസംഗത്തിലുടനീളം മുസ്ലിം സമുദായത്തെ വർഗീയമായി അധിക്ഷേപിക്കുകയും ബോധപൂർവം വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള പരാതി പി സി ജോർജിനെതിരെ എടുത്തു. കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾ പാനീയങ്ങളിൽ വന്ധ്യത വരുത്താനുള്ള മരുന്നുകൾ ബോധപൂർവം കലർത്തുന്നു, മുസ്ലിങ്ങൾ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഇതൊരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു തുടങ്ങി അതീവ ഗുരുതരമായ പരാമർശങ്ങളായിരുന്നു പി സി ജോർജ് നടത്തിയത്. അറസ്റ്റ് ചെയ്തു. ഇതിനെ തുടർന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ തന്നെ ഹാജരാക്കി. പക്ഷേ പോലീസിന്റെ വാദം തള്ളി മജിസ്ട്രേറ്റ് പി സി ജോർജിന് ജാമ്യം നൽകുകയായിരുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന വേളയിൽ സർക്കാരിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരായതില്ല. അതും ആ കാലത്ത് വളരെ വിവാദമായതാണ്. ജാമ്യം കിട്ടി പുറത്തു വന്ന പി സി ജോർജ് തന്റെ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് മാധ്യമങ്ങളോട് പറഞ്ഞു. അത് വീണ്ടും വലിയ വിവാദങ്ങളിലേക്ക് നയിക്കപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.